ഒരിക്കൽ ഒരിടത്ത് ഒരു അലക്കുകാരൻ ജീവിച്ചിരുന്നു. തൻ്റെ പതിവായ പ്രവൃത്തി എല്ലാ ദിവസവും രാവിലെ അലക്കാനുള്ള വസ്ത്രങ്ങളുമായിട്ട് അടുത്തുള്ള പുഴയരികിലേക്ക് തൻ്റെ കഴുതപ്പുറത്ത് വസ്ത്രങ്ങളെല്ലാം എടുത്തു വെച്ച് പുഴയരികിലേക്കെത്തി വസ്ത്രങ്ങൾ കഴുകി അവിടെ തന്നെ ഉണക്കാനിട്ട് വൈകുന്നേരമാകുമ്പോൾ കഴുതപ്പുറത്ത് കയറ്റി വെച്ച് തിരിച്ചു വീട്ടിലേക്ക് വരുന്നതായിരുന്നു തൻ്റെ പതിവ്. ഒരു ദിവസം സാധാരണ പോലെ തന്നെ പതിവ് പോലെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് പുഴയരികിലേക്ക് എത്തി വസ്ത്രങ്ങൾ ഇറക്കി വെച്ചു. അപ്പോഴാണ് തനിക്ക് മനസ്സിലായത് കഴുതയെ കെട്ടാനുള്ളതായ കയറെടുത്തില്ലല്ലോ എന്നുള്ളത്. എന്തു ചെയ്യുമെന്ന് അറിയാതെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് തൻ്റെ ഉറ്റ സുഹൃത്തായ ബുദ്ധിമാനായ ഒരു സുഹൃത്ത് അതുവഴി കടന്നുപോയത്. തൻ്റെ വിഷമാവസ്ഥ ആ സുഹൃത്തിനോട് പറയുമ്പോൾ സുഹൃത്ത് പറഞ്ഞു, ആ കഴുതയെ കെട്ടുന്നത് പോലെ നീയൊന്ന് കാണിച്ചാൽ മതി, കഴുത എവിടെ നിന്നുകൊള്ളു. സുഹൃത്തിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് കഴുതയെ കെട്ടുന്നത് പോലെ ആ അലക്കുകാരൻ കാണിക്കുകയും കഴുത അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. തൻ്റെ വസ്ത്രങ്ങളെല്ലാം അലക്കി ഇടയ്ക്കിടയ്ക്ക് കഴുതയെ നോക്കും, ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ. കഴുത അവിടെ തന്നെ ഒരു കെട്ടിയിട്ട മൃഗത്തെ പോലെ അവിടെ തന്നെ നിൽക്കുകയാണ്. വസ്ത്രങ്ങളെല്ലാം കഴുകി ഉണക്കി വൈകുന്നേരമാകുമ്പോൾ വസ്ത്രത്തിന്റെ കെട്ടെടുത്ത് കഴുതപ്പുറത്ത് വെച്ച് കഴുതയിലേക്ക് കയറി. കഴുത മുന്നോട്ട് നീങ്ങുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും കഴുത മുന്നോട്ട് പോകുന്നില്ല. ഈ ഒരു വിഷമസന്ധിയിലും സുഹൃത്തിനെ അറിയിച്ചപ്പോൾ സുഹൃത്ത് അലക്കുകാരനോട് ചോദിച്ചു, നീ നിന്റെ കഴുതയെ അഴിച്ചായിരുന്നു? അലക്കുകാരൻ പറഞ്ഞു, അതിന് ഞാൻ കഴുതയെ കെട്ടിയിട്ടില്ലല്ലോ. സുഹൃത്ത് പറഞ്ഞു, നീ അഴിക്കുന്നത് പോലെ ഒന്ന് കാണിച്ചാൽ കഴുത മുന്നോട്ട് പോയിക്കൊള്ളൂ. അങ്ങനെ കഴുതപ്പുറത്ത് നിന്ന് അലക്കുകാരൻ ഇറങ്ങി കഴുതയെ അഴിക്കുന്നത് പോലെ അദ്ദേഹം ഒന്ന് കാണിച്ചതിന് ശേഷമാണ് കഴുത മുന്നോട്ട് പോയത്. ഇതുപോലെയാണ് നമ്മളിൽ പലരും. നമ്മൾ ഓൾറെഡി ഫ്രീ ആണ് എല്ലാത്തിലും, പക്ഷേ പലപ്പോഴും പല ബന്ധനങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ട് നമ്മുടെ മനസ്സിനെ വല്ലാതെ നാം ബന്ധിപ്പിച്ചിരിക്കുന്നു. എപ്പോഴാണോ അതിൽ നിന്നും നാം ഫ്രീ ആകുന്നത്, അപ്പോഴാണ് നമുക്ക് സമാധാനവും സംതൃപ്തകരവുമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത്. വിഷമിച്ചിരിക്കുന്ന ആരും പലപ്പോഴും മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ സന്തോഷവാനായിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ സാന്നിധ്യം പലരും കൊതിക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും കളിയാടട്ടെ.